ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് ചൗ ചൗ ബാത്ത്. ഇത് മൈസൂരിൽ കിട്ടുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തുടങ്ങി. ഇത് കരിമ്പ് ലോറിയിൽ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. മൈസൂരിന് ചുറ്റും ഇഷ്ടംപോലെ കരിമ്പ് കൃഷിയൊക്കെ ഉണ്ട്. സോ ആ കരിമ്പാണ് ഈ വിളവെടുത്ത് കൊണ്ടുപോകുന്നത്. മൈസൂരിൽ നിന്നും യാത്ര തുടങ്ങിയപ്പോൾ നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഗുണ്ടൽപേട്ടിലേക്കാണ്. ഗുണ്ടൽപേട്ട് സ്ഥലം മൈസൂരിനടുത്തുള്ള കർണാടകയിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ഗുണ്ടൽപേട്ട്. വരുന്ന വഴിക്ക് മൈസൂരിലേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിനെ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി, നമ്മുടെ കേരള ബസ്സിനെ കണ്ടപ്പോൾ. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വനങ്ങളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെയൊന്നും വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഇല്ല. പോകുന്ന വഴി ഇഷ്ടംപോലെ വന്യജീവികളെയൊക്കെ നമ്മൾ കണ്ടേക്കാം. ഫോറസ്റ്റ് എന്നുള്ളൊരു സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, വണ്ടി ഒരിക്കലും നിർത്തരുതെന്ന്. പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ മാനിനെയൊക്കെ കണ്ടായിരുന്നു, പക്ഷേ കടുവകളെയൊന്നും കണ്ടില്ല. ഇത് എക്സാക്ട്ലി ടൈഗർ റിസർവ് ഫോറസ്റ്റുകളാണ്. മാനൊക്കെ വഴിയരികിൽ ഇഷ്ടംപോലെ നിൽക്കുന്നത് കണ്ടായിരുന്നു. വണ്ടി നിർത്തി ഒരിക്കലും ഈ മൃഗങ്ങളെയൊന്നും ശല്യം ചെയ്യാൻ പാടുള്ളതല്ല. അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതെല്ലാം കാരണം ഇങ്ങനെ മുന്നോട്ട് പോയി. പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ മൃഗങ്ങളെ വേറെയും കണ്ടായിരുന്നു കേട്ടോ. ആ കാണുന്നതാണ് ഹനുമാൻ കുരങ്ങ്. നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രേ ലങ്ങൂർ എന്നാണ് പറയുന്നത്. അതിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ഓടുന്നത് കാണാമായിരുന്നു. അതിനെയൊന്നും നമ്മൾ പിന്നെ തൊട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോയും വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഇന്ത്യ ഗവൺമെൻറ് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, ഒരിക്കലും മൃഗങ്ങളെ പിടിക്കുകയോ വേട്ടയാടുകയോ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെ ബന്ദിപ്പൂർ വനനിരകളിലൂടെയാണ് ഇപ്പോൾ യാത്ര. അതിനുശേഷം ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരിയിലെ മുതുമലൈ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായ മുതുമലൈ ടൈഗർ റിസർവ് ഏരിയയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത് അങ്ങോട്ടേക്കുള്ളൊരു എൻട്രി പോയിൻ്റാണ് ഈ ചെക്ക് പോസ്റ്റ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് ഇപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ഗവൺമെൻറ് ടൂർ സർവീസിൻ്റെ ടിക്കറ്റ് റേറ്റുകളാണ് ഇവിടെ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഏതൊക്കെ മൃഗങ്ങളാണ് അവിടെ ഉള്ളത് എന്നൊക്കെ. ബന്ദിപ്പൂരിനേക്കാളും കുറച്ച് പച്ചപ്പ് കൂടുതലായിട്ട് തോന്നി ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോൾ. ഈ മുതുമല ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇത് ടൈഗർ റിസർവ് ആണെങ്കിലും കടുവകൾ മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ പുള്ളിപ്പുലികളുണ്ട്, കരടികളുണ്ട്, കാട്ടാനകളുണ്ട്, കാട്ടുപൂച്ചകൾ, അങ്ങനെ ഒട്ടനവധി കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. സോ അതുകൊണ്ടാണ് വണ്ടി ഇവിടെ ഒരു നിർത്താൻ പാടില്ല എന്ന് ഇവർ പറയുന്നത്. നിർത്തി ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല, വിട്ട് പൊക്കോണ്ടിരിക്കുക. തിക്ക് ഫോറസ്റ്റ് വഴി വണ്ടി ഓടിക്കുന്ന ഒരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ. അടിപൊളി ഫീൽ, സൂപ്പർ ഫീൽ, ശരിക്കുമുള്ള കാട്. പോകുന്ന വഴിക്ക് അരുവികളൊക്കെ കണ്ടായിരുന്നു. പിന്നെ മാന് തന്നെയാണ് കൂടുതലും കാണുന്നത്. എല്ലായിടത്തും മാനുകളുണ്ട്, പുള്ളിമാനുകൾ. ഇനി അടുത്ത് വരാൻ പോകുന്ന സ്ഥലം ഫേമസ് ആയിട്ടുള്ള മസനഗുഡിയാണ്. മസനഗുഡി മിക്കവരും കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ മസനഗുഡിയിൽ നിന്നൊരു കരിക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മസനഗുഡിയിൽ ഇഷ്ടംപോലെ ജീപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇതൊക്കെ അവിടുത്തെ ലോക്കൽ ടൂറുകളാണ്. നമുക്ക് വേണമെങ്കിൽ ജീപ്പ് വാടകയ്ക്ക് എടുത്ത് ഉള്ളിലേക്ക് പോവാം, അവർ കൊണ്ടുപോകും. അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ വന്യജീവികളൊക്കെ അടുത്ത് കാണാമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോയില്ല, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമുക്ക് പോവാം. പോകും വഴി ഇതുപോലുള്ള കുറേ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. ആ ദൂരെ കാണുന്ന മലകൾ കണ്ടോ, അതിനപ്പുറമാണ് ഊട്ടി വരുന്നത്. ഇത് മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള റോഡാണ്. ചില ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ പറയുന്ന പോലെ മസനഗുഡി വഴി ഊട്ടി ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ വണ്ടി നിർത്തി ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ എവിടെ നിന്നൊക്കെയോ പാഞ്ഞു വന്നു കേട്ടോ. അവിടെ ആയിട്ട് ഫോറസ്റ്റുകാർ നിൽപ്പുണ്ട്, നമുക്ക് പെർമിഷൻ ഇല്ല. കാരണം വന്യജീവികളൊക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. സോ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് അവരിങ്ങനെ പറയുന്നത്. സോ ആരും വണ്ടിയൊന്നും നിർത്താൻ നിൽക്കണ്ട, ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിലും. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ആ കാണുന്നതൊക്കെ. പോകുന്ന വഴി നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെയൊക്കെ കണ്ടായിരുന്നു. മയിൽ പിന്നെ മിക്കയിടത്തും ഉള്ളൊരു മയിൽ പിന്നെ നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിലൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനെ മസനഗുഡിയുടെ ഏരിയയൊക്കെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഊട്ടി മലനിരകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 130 കിലോമീറ്റർ ദൂരമുണ്ട് മൈസൂരിൽ നിന്നും ഊട്ടിയിലേക്ക്. ഇപ്പോൾ ഊട്ടി മലകളിൽ എത്തിയപ്പോഴത്തേക്കും തണുപ്പൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. നല്ലൊരു ചിൽഡായിട്ടുള്ള ക്ലൈമറ്റ് ആയി തുടങ്ങി. ഊട്ടിയിലേക്ക് കയറും വഴി ഈ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. ഈ തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന ക്യാരറ്റ്, ക്യാബേജ്, ഇതുപോലുള്ള കുറേ കൃഷി തോട്ടങ്ങൾ. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ ഒരു പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനാണ് ഊട്ടി.
ഇത് കണ്ടോ, കൃഷിയൊക്കെ കാണുമ്പോഴത്തേക്കും നല്ലൊരു അനുഭൂതിയാണ് കേട്ടോ. പോകുന്ന വഴി ചെടികളുടെ ഷേപ്പൊക്കെ മാറുന്നുണ്ട്. പിന്നെ പൈൻ ഫോറസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ കണ്ടു തുടങ്ങി ഊട്ടിയിലൊക്കെ കയറും വഴി. ആ തണുപ്പിൻ്റെ ഒരു അടയാളമാണല്ലോ ഈ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റുകൾ. ഊട്ടിയിലും ഉണ്ട്, കൊടൈക്കനാലിലും ഉണ്ട്. കൊടൈക്കനാൽ വിശേഷങ്ങളൊക്കെ ഇനി വഴിയെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഊട്ടിയുടെ ഒരു ഒഫീഷ്യൽ എൻട്രി പോയിന്റ്. ഒരു വെൽക്കം ബോർഡ് വച്ചിട്ടുണ്ട് അവിടെ. അതൊക്കെ കടന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുതിരകളൊക്കെ കാണാം വഴിയരികിലൊക്കെ. നല്ല രസമാണ്. ഊട്ടിയിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അടിപൊളി ഫീലാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഒഫീഷ്യലി ഊട്ടി ടൗണിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ജനസംഖ്യയൊക്കെ ഉള്ളൊരു ടൗൺ തന്നെയാണ് ഊട്ടി എന്ന് പറയുമ്പോൾ. ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ക്ലൈമറ്റ് മൊത്തത്തിൽ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ റൂമിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്ന സ്ഥലമാണല്ലോ ഊട്ടി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഊട്ടിയിലെ ഹോട്ടലിലെത്തി. ഇതാണ് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ. ഇതാണ് ഹോട്ടലിൽ നിന്ന് കാണുമ്പോഴുള്ള ബാൽക്കണി വ്യൂ. സോ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചു. ഊട്ടിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വരും എപ്പിസോഡുകളിൽ കാണാം. താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.